ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തീർന്നിട്ടില്ല, വീണ്ടും ആരംഭിക്കുവാൻ പോകുന്നു. ചിലരുടെ ജീവിതത്തിൽ അവർ പറയുന്നത് എല്ലാം തീർന്നുപോയി, ഒരു ഡെഡ് എൻഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്, ഇനി എനിക്കെങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല, എല്ലാം തകർന്നു, എല്ലാം അവസാനിച്ചു എന്നുള്ള ഡെഡ് ലൈൻ പ്രസ്താവനകൾ നടത്തുന്ന ഒത്തിരി പേരെ കണ്ടുമുട്ടാറുണ്ട്. അവർക്കുള്ള സന്ദേശമാണിത്: തീർന്നിട്ടില്ല, വീണ്ടും ആരംഭിക്കുവാൻ പോകുന്നു, വീണ്ടും തുടങ്ങുവാൻ പോകുന്നു. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ, വീണ്ടും ആരംഭിക്കുവാൻ പോകുന്നു. തീർന്നിട്ടില്ല, വീണ്ടും തുടങ്ങുവാൻ പോകുന്നു. അബാൻഡൻ ചെയ്യുക, ഉപേക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലുള്ള കാര്യമല്ല. അവിടുന്ന് എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ അവിടുന്ന് അതിനെ വീണ്ടും പണിയുവാൻ സന്നദ്ധനാകും. റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, വീണ്ടും പുനരാരംഭിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആവർത്തിച്ച് കാണുന്ന കാര്യമാണ്. തകർന്നു പോകേണ്ടവർ, ഇപ്പോൾ എല്ലാം തീർന്നു പോകേണ്ട അവസ്ഥ, അവിടെ നിന്ന് വീണ്ടും അവിടുന്ന് പുനരാരംഭിക്കുന്നു. മനുഷ്യൻ്റെ കഥ അത് തന്നെയല്ലേ? ആദമിലെല്ലാം തീർന്നു പോകേണ്ടതല്ലേ? എന്നാൽ യേശുവിൽ വീണ്ടും അവിടുന്ന് അത് പുനരാരംഭിച്ചു എങ്കിൽ, ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക എന്ന ഒരു വാക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുക. അവിടുന്ന് പുനരാരംഭിക്കുവാൻ സന്നദ്ധനാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരികയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, ഒരു റീസ്റ്റാർട്ട് നൽകുവാൻ അവിടുന്ന് തയ്യാറാണ്. ഡെഡ് എൻഡിലെത്തിയ അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ബിസിനസ് തകർന്ന് ഇല്ലാതെയായിരിക്കുന്നു. ഇനിയും എങ്ങനെ ഈ കടം കൊടുത്തു തീർക്കും അറിയില്ല. കുട്ടികളുടെ പഠിത്തം ഇനി എന്തായിത്തീരും? കുടുംബജീവിതം എന്തായിത്തീരും? ഇപ്പോൾ താമസിക്കുന്ന ഈ വീട് വിൽക്കേണ്ടതായിട്ട് വരുമല്ലോ. എന്തൊക്കെ തീവ്രമാകുന്ന, നിഷേധാർത്ഥകമാകുന്ന വൈകാരിക സംഘർഷങ്ങളിലൂടെയാണ് അങ്ങനെയുള്ളവർ കടന്നു പോകുന്നത്. എല്ലാം തീർന്നു എന്ന് കരുതുന്നവർ, ചിലരുടെ വിദേശ യാത്രകൾ മുഖാന്തരം അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തകർച്ചകൾ. നല്ല ജോലിയിലായിരുന്നു, ഇന്ത്യയിൽ നല്ല ജോലി ഉണ്ടായിരുന്നു, ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. ആ ജോലി രാജിവെച്ചതിന് ശേഷമായിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയി, അവിടെ പോയി ജോലി ലഭിക്കുന്നില്ല. ഇവിടെ എൻജിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരുന്നു, ഇവിടെ ഡോക്ടറായിരുന്നു ഇന്ത്യയിൽ. അത് പോരാ എന്ന് തോന്നിയതുകൊണ്ട് അതിലും ഉന്നതമാകുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ധാരണയിൽ അമേരിക്കയിലേക്ക് പോയി, UK പോയി. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ മെഡിക്കൽ എക്സാം എഴുതി ജയിക്കാൻ കഴിയുന്നില്ല. എൻജിനീയറായിട്ട് ഇവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ ടാക്സി ഓടിക്കേണ്ടതായിട്ട് വരുന്നു, വേറെ ജോലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു, KFCയിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ ജോലിയൊന്നും കുറഞ്ഞതെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ അദ്ദേഹം ഇലക്ട്രോണിക്സ് എൻജിനീയർ ആയിരുന്നു, സിവിൽ എൻജിനീയർ ആയിരുന്നു, IT ജോലി ചെയ്ത വ്യക്തിയാണ്. ഈ നിലയിൽ ഡെഡ് എൻഡിലെത്തിയവർ ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കുടുംബജീവിതത്തിലൊരു സംഘർഷം വന്നിരിക്കുന്നു, ഒരു ഡെഡ് എൻഡിലെത്തി ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത കൺഫ്യൂഷനിലൂടെ, വല്ലാത്ത കലക്കത്തിലൂടെ, ആന്തരികമാകുന്ന സംഘർഷത്തിലൂടെ കടന്നു പോകുകയാണ് എങ്കിൽ, കർത്താവാകുന്ന യേശുക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ തയ്യാറാണോ? ഈ ചോദ്യങ്ങളെല്ലാം അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ. നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. 1-2 പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ആശ്രയം സമ്പൂർണ്ണമായിട്ടും ദൈവത്തിലായിരുന്നു. പരിശോധനയ്ക്ക് വിധേയമാക്കണം. ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു, ദൈവത്തെ അന്വേഷിച്ചിരുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു, എല്ലാം ശരി തന്നെ. പക്ഷേ ഡേ ടു ഡേ ലൈഫ് മൊത്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ
ദൈവത്തിൽ നിന്ന് അകന്നൊരു ജീവിതം നയിച്ചു എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. അതിനാൽ ഇപ്പോൾ മനഃപൂർവ്വമായിട്ട് പരാതികളും പരിഭവങ്ങളും ചോദ്യങ്ങളും എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷമായിട്ട് ദൈവത്തോടുള്ള മുറുമുറുപ്പുകളൊക്കെ, കംപ്ലൈൻറ്റ്സ് എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ദൈവത്തോടൊന്ന് പൂർണ്ണ ഹൃദയത്തോട് പ്രാർത്ഥിക്കാമോ? ദൈവസന്നിധിയിൽ ഒന്ന് പൂർണ്ണ ഹൃദയത്തോട് ഒന്ന് സമർപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ അവിടുന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആരംഭിക്കുവാൻ വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ഞാൻ റിസ്റ്റോർ ചെയ്യും, മടക്കി തരുവാൻ വിശ്വസ്തനാകുന്നു. വീണ്ടും പുനരാരംഭിക്കുവാൻ അവിടുന്ന് സന്നദ്ധനാകുന്നു. അതാണ് ഈ സന്ദേശത്തിലെ കാതലായ ഭാഗം. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിരാശയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. വീണ്ടും ഇതാ നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകിക്കൊണ്ട് അവിടുന്ന് ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുവാൻ പോകുന്നു. ഒരു പുതിയ തുടക്കം, തീർന്നിട്ടില്ല, വീണ്ടും തുടങ്ങുവാൻ പോകുന്നു, വീണ്ടും ആരംഭിക്കുവാൻ പോകുന്നു. എല്ലാം തകർന്നവരുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഉദാഹരണമാണ് നോഹയുടെ ചരിത്രം. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നാൽ നോഹയെ സംബന്ധിച്ചിടത്തോളം ദൈവം നോഹയോട് സംസാരിച്ചു. നോഹയ്ക്ക് ഫേവർ ലഭിച്ചതുകൊണ്ട് ആ വലിയ ജഡ്ജ്മെൻറ്റിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, ജലപ്രളയം എന്ന ന്യായവിധിയിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. അങ്ങനെ അവർ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതിന് ശേഷം വെള്ളം താണ് വാതിൽ തുറന്ന് നോഹ പുറത്തു വരുമ്പോൾ എന്താ നോഹ കാണുന്നത്? നത്തിങ്, ഒന്നുമില്ല. അതിനു മുന്നമേ ഭൂമിയിൽ നോഹ ജീവിച്ചിരുന്നപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തെങ്കിലും നോഹയ്ക്ക് ഇപ്പോൾ കാണാനുണ്ടോ? ഒന്നുമില്ല, പൂജ്യമായിരിക്കുന്നു. അതൊരു ഡെഡ് എൻഡ് അല്ലേ? എല്ലാം തീർന്നു. വെള്ളപ്പൊക്കം അവസാനിച്ചു. പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. എന്നാൽ പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുന്ന നോഹ പൊടുന്നനവേ കാണുന്നത് നടുക്കുന്നൊരു കാര്യമായിരിക്കും. ഒന്നും കാണാനില്ല. അതൊരു ഡെഡ് എൻഡ് അല്ലേ? എല്ലാം തീർന്നതിന് തുല്യമാകുന്ന ഒരവസ്ഥയല്ലേ? അവിടെ നിന്ന് ദൈവം വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. കണ്ടോ, ഇത് വീണ്ടും ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, അതിലെ ചില ഭാഗങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. ആ ആദ്യ അനുഗ്രഹം, ആദമിനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആദമിനെ കർത്താവ് ബ്ലസ് ചെയ്തു. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. അതായത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്ന സന്ദർഭത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് Noah and his sons and said unto them, be fruitful and multiply and replenish the earth. ആ വേർഡ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ്, replenish the earth. Replenish the earth. ജെനസിസ് ചാപ്റ്റർ 1-ലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ജെനസിസ് ചാപ്റ്റർ 1 and verse number 28, 27 മുതൽ വായിക്കുമ്പോൾ, so God created man in his own image, and in the image of God created he him, male and female he created them, and God blessed them. Verse number 28, God blessed them, and God said unto them, be fruitful and multiply and replenish the earth. Replenish എന്ന വാക്ക് ശ്രദ്ധിക്കുക. അത് തന്നെ, ഇത് തന്നെയാണ് നോയോട് പറയുന്നത്. ഈ ജെനസിസ് ചാപ്റ്റർ 1-ലും സത്യത്തിൽ ഒരു റീക്രിയേഷനാണ് നടക്കുന്നത്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മനോഹരമാകുന്ന ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. പാഴും ശൂന്യവുമായി തീർന്നതിന് ശേഷമാണ് 3-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് വീണ്ടും അതിനെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. പാഴും ശൂന്യവുമായി തീർന്നതിനെ കർത്താവ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് വളരെ വ്യക്തമായിട്ട് ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, അബാൻഡൻ ചെയ്യുക, ഉപേക്ഷിക്കുക എന്നത് ദൈവപദ്ധതിയിലില്ല. അവിടുന്ന് വീണ്ടും പുനഃപ്പണി നടത്തുവാൻ തയ്യാറാണ്.
റീക്രിയേറ്റ് ചെയ്യുവാൻ തയ്യാറാണ്, അവിടുന്ന് റിസ്റ്റോർ ചെയ്യുവാൻ തയ്യാറാണ്, റീസ്റ്റാർട്ട് ചെയ്യുവാൻ തയ്യാറാണ്. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, അതിനിടയിലാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പറയുന്നത് റിപ്ലനീഷ്. നീ റിപ്ലനീഷ് ചെയ്യുക. റിപ്ലനീഷ് എന്ന് പറയുമ്പോൾ ടു റിക്കവർ ഫോമർ ഫുൾനെസ്. ഒരിക്കൽ ഇത് നിറഞ്ഞിരുന്നതാണ്, ആ നിറവ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും ആ ഫോമർ ഫുൾനെസ്സിനെ റിക്കവർ ചെയ്യുന്നതാണ് റിപ്ലനീഷ് എന്ന് പറയുന്നത്. ഒരിക്കൽ നിറഞ്ഞിരുന്നത് പിന്നീട് അത് ശൂന്യമായി തീർന്നു. അതിനെ വീണ്ടും നിറയ്ക്കുക. ടു റിക്കവർ ഫോമർ ഫുൾനെസ്, റീസ്റ്റോക്ക്, റീലോഡ്, ഫിൽ സംതിങ് അഗെയിൻ. വീണ്ടും നിറയ്ക്കുക. റിട്ടേൺ സംതിങ് ടു ഇറ്റ്സ് ഏർലിയർ കണ്ടീഷൻ. മുൻപുണ്ടായിരുന്ന ഒരു നിറവിലേക്ക് ഒരു കാര്യത്തെ മടക്കി കൊണ്ടുപോകുക. ആദമിനോട് അതാണ് പറയുന്നത്. ഈ ഭൂമി ഒരിക്കൽ മനോഹരമായിരുന്നു, നിറഞ്ഞിരുന്നതാണ്, അത് ശൂന്യമായി തീർന്നു, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. എന്നാൽ ആദാമേ, നിനക്കുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് നീ ഇതിനെ നിറയ്ക്കുക. അപ്പോൾ ആദാം പാർത്തിരുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ പാർത്ത് കൊണ്ട് ആദാമിന് ദൈവം ഒരു വലിയ അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്, ഭൂമിയെ മുഴുവൻ ഏദൻ തോട്ടമാക്കുക. ആദാം പോകുന്ന ഇടങ്ങളെയെല്ലാം ആദാമിന് ഏദൻ തോട്ടമാക്കുവാനുള്ള പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ഭൂമിയുടെ മേൽ കർത്താവ് അധികാരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദാമിനോട് പറയുന്നത് റിപ്ലനീഷ്, ഈ ഭൂമിയെ നിറയ്ക്കുക, ഈ ഭൂമിയെ മുഴുവനും ഏദൻ തോട്ടമാക്കുക. ആ പദ്ധതി, ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിന് മനുഷ്യൻ തന്നെ വിലങ്ങുതടിയായി തീർന്നു. മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. മനുഷ്യൻ വീണുപോയതിനാൽ വീണ്ടും ഇതാ കർത്താവ് നോഹയിൽ പുനരാരംഭിക്കുകയാണ്. നോഹയുടെ സമയമായി കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യകുലത്തെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമായി തീർന്നു. അങ്ങനെ മനുഷ്യകുലം അന്നുണ്ടായിരുന്നതിനെ മുഴുവനും ഇല്ലാതാക്കിയതിന് ശേഷമായിട്ട് ഇതാ ദൈവം നോഹയെയും പുത്രന്മാരെയും വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം അവരെ അനുഗ്രഹിച്ചു. അവരോട് പറയുകയാണ് റിപ്ലനീഷ്, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. റിപ്ലനീഷ് ചെയ്യുക. വീണ്ടും ആ ഫോമർ ഫുൾനെസ്സിനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നോയയ്ക്ക് ഒരു ഡെഡ് എൻഡിൽ നിന്ന് വീണ്ടും ഒരു ആരംഭം കർത്താവ് കൊടുത്തില്ലേ? ഷേം, ഹാം, ജാഫേത്ത്, 3 മക്കൾ. ആ 3 മക്കളിൽ ഷേം ഏഷ്യ ഭാഗങ്ങളിലേക്ക് പടർന്ന് അവിടെ ആ ഭാഗങ്ങളെല്ലാം നിറയ്ക്കുന്നു. ജാഫേത്ത് യൂറോപ്യൻ ഭാഗങ്ങളിലേക്ക് പോകുന്നു, ആ ഭാഗങ്ങളെല്ലാം നിറയ്ക്കുന്നു. ഹാം ആഫ്രിക്കയിലേക്ക് പോകുന്നു, ആ ഭാഗങ്ങളെല്ലാം നിറയ്ക്കുന്നു. അങ്ങനെ തൻ്റെ പുത്രന്മാരിലൂടെ ദൈവം ഒരു നിറവിനെ കൊണ്ടുവരികയാണ്. നോഹയുടെ പുത്രന്മാരാകുന്ന ഷേം, ഹാം, യാഫത്തിലൂടെ കർത്താവ് ഒരു നിറവിനെ മടക്കി കൊണ്ടുവരികയാണ്. എങ്കിലും അവിടെയും പിന്നെയും മനുഷ്യൻ തൻ്റെ വഴിക്ക് തിരിയുകയും മനുഷ്യൻ തന്നിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട്, തന്നിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, മനുഷ്യൻ്റെ വിസ്ഡത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തുടങ്ങി. അതിൻ്റെ ഭീകരാവസ്ഥയാണ് ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിലെ ബാബേൽ കോട്ട പണിയുന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ മാൻ, അവൻ മനുഷ്യനിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ മനുഷ്യനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മനുഷ്യനെ, അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം അബ്രാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്. ഇതൊരു ലോങ് സ്റ്റോറിയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ധാരാളമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ നിങ്ങളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ വീണ്ടും ഒരു പുനരാരംഭം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു റീസ്റ്റാർട്ട് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില നല്ല സമീപനങ്ങൾ ഉണ്ടാകണം. ഏറ്റവും പ്രഥമമായിട്ടുണ്ടാകേണ്ടത് റീകമ്മിറ്റ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പുനഃസമർപ്പണത്തിന് വിധേയമാകുക. സദൃശവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ എല്ലാം തകർന്ന് ഇപ്പോൾ ഒരു ഡെഡ് എൻഡിലെത്തിയിരിക്കുകയാണ് എങ്കിൽ പ്രഥമമായി ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കിയതിന് ശേഷം കർത്താവിനോട് പറഞ്ഞ് ഞാൻ അങ്ങിൽ ആശ്രയിക്കാൻ പോകുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സദൃശവാക്യങ്ങൾ 3 അതിൻ്റെ 5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്,
6-ാം വാക്യം, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. റീകമ്മിറ്റ് യുവർ ലൈഫ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. അബ്രാമിനെ ദൈവം വിളിക്കുന്നതിലൂടെ അതാണ് ദൈവം നടപ്പിലാക്കുന്നത്. അബ്രാമിനോട് ദൈവം പറയുന്നത് എന്താണ്? നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും നിൻ്റെ ചാർച്ചക്കാരെ വിട്ടുപുറപ്പെട്ട്. എന്താണ് കർത്താവിന് അവരോട് പറയുന്നത്? എന്നിൽ ഡിപ്പെൻഡ് ചെയ്യുക. നീ നിൻ്റെ വീട്ടുകാരിലോ നിൻ്റെ സമ്പത്തിലോ നിൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഇൻഹെറിറ്റൻസിലോ ഒന്നും നീ ഡിപ്പെൻഡ് ചെയ്യാതെ നീ എന്നിൽ ഡിപ്പെൻഡ് ചെയ്യുക. നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുക. അതാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊരു ഡെഡ് എൻഡിൽ ആയിരിക്കുന്നു എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിയിൽ എവിടെയോ പിശക് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം സമ്പൂർണ്ണമായിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. കർത്താവ് പറയുന്നത്, നീ നിൻ്റെ സ്വന്തം കഴിവിലും മനുഷ്യൻ്റെ ജ്ഞാനത്തിലുമൊക്കെ ആശ്രയിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, പണത്തിലുമൊക്കെ ആശ്രയിച്ച് നീ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഫലമിതായിരിക്കും, ഡെഡ് എൻഡിൽ നീ എത്തിച്ചേരും. പകരം നീ എന്നിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഈ പലരും കരുതുന്നുണ്ട് പണം ഭയങ്കരമാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ സാധനമാണ് പണം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനെ നിസ്സാരമായി തള്ളിക്കാണും. ഞാനതൊരിക്കൽ കൂടെ പറയാൻ വിശദീകരിക്കുന്നില്ല. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ സാധനമാണ് പണം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളിലൊക്കെ കയറി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഡെഡ് എൻഡിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് പറയുന്നത്, ഓക്കെ, ഞാൻ നിന്നിലൊരു റിസ്റ്റോറേഷനെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു, നിന്നിൽ വീണ്ടും ഒരു പുനഃസ്ഥാപനം നൽകിത്തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കാര്യങ്ങൾ വീണ്ടും പഴയ നിറവിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. നീ ഒരു കാര്യം ചെയ്യണം, എന്നിൽ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുവാൻ തയ്യാറാകുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഫിലിപ്പിയ ലേഖനം പൗലോസ് പറയുന്ന ആ ഭാഗത്തു നിന്ന്, 3-ാമത്തെ അധ്യായത്തിലെ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു ആശയം സ്വീകരിക്കുവാൻ കഴിയും. 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു. ഇപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങളിൽ അങ്ങ് മറക്കാം, മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് ചില കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ ചെയ്യുവാൻ തയ്യാറാകുക. ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ അത്ഭുതകരമാകുന്നൊരു തീരുമാനത്തിലേക്ക് വരിക. റീകമ്മിറ്റ് യുവർ ലൈഫ്. വീണ്ടും ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ പുനഃസമർപ്പണത്തിന് വിധേയമാക്കുക. അതിനുശേഷം ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുക. അവിടെ പറയാൻ കഴിയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥന, വചനധ്യാനം. ധാരാളം സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുക. നല്ലതുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഇതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ എൻ്റെ സമയം തീരാറായിരിക്കുന്നതിനാൽ ഞാൻ വേഗത്തിൽ പോകുന്നു. 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ. ഈ ധാരാളം സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യുക, പരിശോധനകൾക്ക് വിധേയമാക്കുക. എവിടെയാണ് തെറ്റുകൾ ഇന്നലകളിൽ പറ്റിയത്, ഇനി അതെങ്ങനെയാണ് യേശുവെ റെക്ടിഫൈ ചെയ്യുവാൻ, പരിഹരിക്കുവാൻ കഴിയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പ്രാർത്ഥനയിൽ, വചനത്തിൽ ധാരാളം സമയം ചിലവഴിക്കുക. കഴിഞ്ഞ നാളുകളിലൊക്കെ ഓടി നടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നോ? ഇല്ല. ബൈബിൾ വായിക്കുന്നു, പേരിന് മാത്രം ചുമ്മാ വായിക്കും ഏതെങ്കിലും അധ്യായം, അത് വല്ലതും മനസ്സിലാവും? ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക, വചനം ധാരാളമായി വായിക്കുക.
എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ സർവായുധ വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുന്നു. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇവിടെ സകല പ്രാർത്ഥനയാലും. അപ്പം സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം, ധാരാളം സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. പിന്നീട് എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയിൽ തുടരുവാൻ പരിശീലിക്കുക, വചനം ധ്യാനിക്കുവാൻ പരിശീലിക്കുക, വചനം മനഃപ്പാഠമാക്കുവാൻ സമയം കണ്ടെത്തുക, വചനത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ധാരാളം ചിലവഴിക്കുക. ഒരു റെസ്റ്റോറേഷനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി ലഭിക്കുവാൻ വേണ്ടി, വീണ്ടും കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത് നിങ്ങൾക്ക് ദൈവവുമായിട്ട് സമയം ചിലവഴിക്കുവാനുള്ള സമയമാണ്. ഡെഡ് എൻഡിൽ എത്തിയിരിക്കുന്നുവെങ്കിൽ നല്ല സമയം. ഇത് കർത്താവുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള ഏറ്റവും നല്ല സമയമാണ്. പരാജയങ്ങളെ കണ്ടെത്തുക, അതിനെ പരിഹരിക്കുക. ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. അതിനെ പരിഹരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് 3-ാമതായിട്ട് മനസ്സിനെ സൗഖ്യമാക്കുക. മുറിവുകൾ വന്നിട്ടുണ്ട്, ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്, ഭയം വന്നിട്ടുണ്ട്, ആകുലത വന്നിട്ടുണ്ട്, പരാജയപ്പെട്ടല്ലോ എന്നുള്ള ലജ്ജ വന്നിട്ടുണ്ട്. പലരും നിരാശരായി, ഡെഡ് എൻഡിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവർ നിരാശരായി. അവരുടെ ഏറ്റവും വലിയ ചോദ്യമാണ് ദൈവം എന്നോട് ഇത് എന്തു ചെയ്തു എന്നാണ്. ദൈവം എന്നോട് എന്ത് ചെയ്തു? അങ്ങനൊരു ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എത്രത്തോളം ദൈവവുമായി ബന്ധമുണ്ടായിരുന്നു വിശകലനത്തിന് വിധേയമാക്കുക. പേരിന് മാത്രം ചർച്ചിൽ പോയതുകൊണ്ടോ, രാവിലെ 5 മിനിറ്റ് പ്രാർത്ഥിച്ചതുകൊണ്ടോ, വൈകുന്നേരം 5 മിനിറ്റ് പ്രാർത്ഥിച്ചതുകൊണ്ടോ പേരിന് മാത്രം നിങ്ങൾ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ജീവിക്കുകയായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കർത്താവാകുന്ന യേശുക്രിസ്തുവുമായി അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നുവോ? അങ്ങനൊരു ബന്ധമുള്ള വ്യക്തി ഒരിക്കലും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കത്തില്ല. മനസ്സിനകത്ത് ബന്ധങ്ങളിൽ തകർച്ച വന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അല്ലയോ കൊരിന്ത്യരേ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. ഇത് കൊരിന്ത്യരും പൗലോസും തമ്മിലുള്ള ബന്ധത്തിന് സംഘർഷമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിനകത്താണ് ഈ ഇടുക്കം വന്നിരിക്കുന്നത്, മുറിവുകൾ വന്നിരിക്കുന്നത്. ആരോടൊക്കെയോ നിങ്ങൾ പിണക്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അൺഫോർഗീവ്നെസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കുക. നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കുക. ആ ഭയവും വ്യാകുലത്തെയും എടുത്തു കളഞ്ഞതിന് ശേഷം തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ച് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച് ആ നിലയിൽ മനസ്സിനെ ആന്തരികമാകുന്നൊരു സൗഖ്യത്തിലേക്ക് കൊണ്ടുവരിക. 4-ാമതായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് കുടുംബത്തിൻ്റെ പിന്തുണയാണ്. നിങ്ങളുടെ ഫാമിലിയുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ഭർത്താവ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഈ ഒരു ഡെഡ് എൻഡിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നന്നായി നോക്കിയിരുന്നുവോ? 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അപ്പോൾ പണം കൊടുക്കുക മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് സമയം കൊടുത്തിട്ടുണ്ടോ? കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയുണ്ടായിരുന്നുവോ? ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? വീട്ടിനകത്ത് ഐക്യതയുണ്ടോ? പരിശോധിച്ച് നോക്കുക. ആ മേഖലയിൽ തകർച്ച വന്നിരിക്കുന്നുവെങ്കിൽ അതിനെ പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഈ ഡെഡ് എൻഡിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആ റെസ്റ്റോറേഷൻ പ്രോസസ്സിലേക്ക് മടങ്ങി വരുവാൻ കഴിയത്തുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്? 1, ദൈവത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക, റീകമ്മിറ്റ്. 2, പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ധാരാളം സമയം കണ്ടെത്തുക. 3, മനസ്സിനെ സൗഖ്യമാക്കുക. 4, കുടുംബത്തിൻ്റെ പിന്തുണ. 5, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. കർത്താവിനോട് പറയണം, ടോട്ടലി ഞാൻ അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും തീരുമാനങ്ങൾ എടുക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾ വിജയികളായി തീരുവാൻ പോകുന്നു. കർത്താവ് ഒരു വലിയ
റിസ്റ്റോറേഷൻ നടത്തുവാൻ പോകുകയാണ്, ഒരു പുനഃസ്ഥാപനം നടത്തുവാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരുവാൻ പോകുകയാണ്, വീണ്ടും മനോഹരമായി തീരുവാൻ പോകുകയാണ്, വീണ്ടും ഫുൾനെസ് വെളിപ്പെടുവാൻ പോകുന്നു. ആ ഡെഡ് എൻഡിൽ നിങ്ങൾക്ക് തുടരേണ്ട കാര്യമില്ല. ഒരു വലിയ നിറവിനെ കർത്താവ് മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരു അഭിഷേകം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ കടന്നു വരുന്ന നിമിഷമാകുന്നുവല്ലോ. അതിനാൽ ഒരു വലിയ വിടുതൽ, ഒരു വലിയ അത്ഭുതം ഇപ്പോൾ ഈ കേൾവിക്കാരുടെ മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഒരു ഡെഡ് എൻഡിലെത്തിയിരിക്കുന്ന അനേകർ ഈ ശബ്ദം കേൾക്കുന്നുവല്ലോ. അവരോട് കർത്താവ് ഇടപെടുന്നതിനായി സ്തോത്രം. ആമേൻ. അവരുടെ ജീവിതത്തെ റീകമ്മിറ്റ് ചെയ്യുവാൻ, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ധാരാളം സമയം ചിലവഴിക്കുവാൻ, മനസ്സിനെ സൗഖ്യമാക്കുവാൻ, കുടുംബത്തിൻ്റെ അകത്തൊരു വലിയ ഐക്യത ഉണ്ടാകുവാൻ, അങ്ങനെ കർത്താവെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട്, സമ്പൂർണ്ണമായി അങ്ങിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അവരുടെ മനസ്സിനെ സൗഖ്യമാക്കണം. നിരാശ വിട്ടുപോകട്ടെ, ഭയം വിട്ടുപോകട്ടെ, വ്യാകുലത വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ അവരുടെ മനസ്സുകൾ സൗഖ്യമാകട്ടെ, അവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരത്തിൻ്റെ മേലുള്ള രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ അത്ഭുത വഴികളെ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഈ സന്ദേശം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. ആമേൻ. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.